എവിടെയാ സ്ഥലം? മലപ്പുറം. സുലൈമാൻ ഫേസ് ടീച്ചർ അറബിക്. എപ്പോഴും ഓപ്പറേഷൻ ആയത് 12 വർഷമായ. അപ്പൊ എന്ത് ചെയ്തായിരുന്നു? അതറിയാ. അപ്പൊ സ്ലിങ് ചെയ്തായിരുന്നു. ടെമ്പറലി ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചു. ഇങ്ങനെ ചെയ്തപ്പോ പോകത്തില്ല. ഇവിടെ നിന്ന് വീക്കുണ്ട് അല്ലേ? കുറച്ച് ലിഫ്റ്റ് ആവണം. കണ്ണടിച്ചോ? കണ്ണ് കുഴപ്പമില്ല. സ്മൈൽ ചെയ്തോ. അപ്പം ഇതിന് 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ സൈഡില് കുറച്ച് തടിപ്പുണ്ട്, അത് കുറച്ച് കമ്മിയാക്കാൻ പറ്റും. എല്ലില് ചെയ്തിട്ട് ഇവിടുത്തെ ചത എടുത്തിട്ട് ഉള്ളോട്ട് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്യാതെ റെഡി ചെയ്യാൻ പറ്റും എനിക്ക്. ഈ എല്ല് മാത്രം റെഡി ചെയ്യും. ഒന്ന്. രണ്ടാമത്തത് ഈ സൈഡിൽ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പൊ ഫേസ് ബാലൻസ് ആവും. ഒരു 100% ഇല്ല, 80-90% ആവും. 100% കിട്ടാ വളരെ ബുദ്ധിമുട്ടാണ്. റിസ്ക് ഒന്നുമില്ല. ഇല്ല, സർജറി ചെയ്ത് പെർമനന്റാ. ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ടെമ്പററി. ടെമ്പററി എങ്കിൽ 9 മാസം 1 വർഷം. പക്ഷെ നമ്മൾ 2 ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഫേസ് നോർമൽ ആവും. പിന്നെ വേണമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ മാത്രം കൊടുക്കാം. അത് നമ്മൾ നോക്കാം. ചിലർക്ക് വേണ്ട. ബിക്കോസ് ഇവിടെയും സർജറി ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ വായ ഉള്ളിൽ ചെയ്യും. ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് തൊട്ടാ അറിയാം. ഓപ്പറേഷൻ കട്ടിയില്ലേ, ഇതെല്ലാം കമ്മിയാക്കി കളയും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോ ഈ ഒരു കുളിയും ഈ ഒരു ഇതും വൃത്തികേടായിട്ട് കാണത്തില്ല. അത് കുറച്ച് ക്ലിയർ ആവും. ആക്ച്വലി ഇവിടെ ഒരു പള്ള ഉണ്ട്. ഇത് റെഡിയാക്കണമെങ്കിൽ ഇത് റെഡിയാക്കി തരാം. ഈ പള്ള നമ്മൾ കുറച്ച് പൊങ്ങി വെക്കണം. മനസ്സിലായില്ലേ? ഇത് പൊങ്ങിയിട്ട് ഇത് കമ്മിയാക്കിയ ഫേസ് റെഡിയാവും. അതേ സമയത്തിൽ ഇത് ടൈറ്റ് ചെയ്യും, ഇവിടെ ഇഞ്ചക്ഷൻ ഇടും. അങ്ങനെ എല്ലാം റെഡിയാക്കി തരാം. തൊപ്പി ഒന്നും എടുക്കാൻ പറ്റുമോ? ഓക്കെ. ഇത് മതി എനിക്ക്. അവിടെ പാടുണ്ട്, ആ പാട്ടിൽ തന്നെ ഞാൻ റെഡിയാക്കി തരാം. ഇല്ല, അതാക്കാൻ പറ്റത്തില്ല ആർക്കും. നരമ്പ് 1 വർഷം പോയാ ലൈഫില് ഡോക്ടർ പറഞ്ഞു ചെയ്യരുത്. അതൊന്നും ഓർക്കാത്തില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഇതില് ഇപ്പൊ നിങ്ങക്ക് നന്നായിട്ടുണ്ട്. അത്രയൊന്നും മോശമില്ല. ഇത് ഫുൾനെസ്സും ഇത് മാത്രമുണ്ട്. ജാസ്തി പോയാ അങ്ങനെ ആകത്തില്ല. ആദ്യം ഇത് ചെറിയൊരു കേസായിരുന്നു. ഞാൻ ഡോക്ടർ ഓപ്പറേഷൻ ആക്കണം അങ്ങനെ പറഞ്ഞു. ചെറുതല്ലേ. പിന്നെ ഡോക്ടർ പറഞ്ഞു അത് സ്റ്റിമുലേഷൻ ചെറിയ ഫിസിയോതെറാപ്പി ആക്കിയത് റെഡിയാകുന്ന കേസാണ്. ആദ്യത്തിലൊന്നും കുറച്ചുണ്ടായിരുന്നു. ഈ ഫിസിയോതെറാപ്പി ചെയ്ത് ഇതാക്കുന്നത് ശരിയാകത്തില്ല. പെർമനന്റ് അല്ലത്. 2ാമത് മടങ്ങി വരുന്നത്. അത്രയൊന്നും ഇമ്പ്രൂവ്മെന്റ് കിട്ടാറില്ല. ബെൽസ് പാൾസിന് ഇമ്മീഡിയറ്റ് ആവുമ്പോൾ ഇഞ്ചക്ഷൻ മെഡിസിൻസ്, അതിനുശേഷം ലേറ്റ് ആയ എങ്ങനെ കോസ്മെറ്റിക് സർജറി ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാത്രേ ഉള്ളൂ. എല്ലാവർക്കും ശരിയാവും പറയാൻ പറ്റത്തില്ല. കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആവും. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഇപ്പം ഞാൻ പറയുന്നത് ഈ പള്ളം മാറ്റും, ഈ തള്ളൽ മാറ്റും. ഇവിടുന്ന് കുറച്ച് ടൈറ്റ് ആക്കും, ഇവിടെ ഇഞ്ചക്ഷൻ ഇടും. 4 ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ചെറിയത് ഒരു 2-3. ഇവിടെ എങ്ങനെയുണ്ട് അതേപോലെ തകി തരാം. ഇൻസ്റ്റാൾ ചെയ്യും. പീക്ക് സിലിക്കോണിൽ ഇല്ല, ഇത് നടക്കത്തില്ല. അവിടെ റെഡിയാക്കും. ഒന്നും ആകത്തില്ല. എത്ര ദിവസം കിടക്കേണ്ടി വരും? ഒരു 3 ദിവസം അത്രേ ഉള്ളൂ. പിന്നെ ഒരാഴ്ചയിൽ റെഡിയാവും. നിങ്ങൾ പള്ളിയിലുണ്ടാ അപ്പൊ അതൊരു 10 ദിവസം റെസ്റ്റ് ഇടണം. ഒരാഴ്ചയെങ്കിൽ 10 ദിവസം മതിയോ? ലീവിന്റെ സമയത്ത് അങ്ങനെ ചെയ്താൽ മതി. ലീവിന്റെ സമയം മതി. ഒന്നും ചെയ്തില്ല. മുമ്പത്തെ പാടുണ്ടില്ലേ, അതിൽ ചെയ്യും. പിന്നെ വായിനുള്ളിലും ചെയ്യും. അത്രേ ഉള്ളൂ. വേറെ ഇവിടെ ഒന്നും ആക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് ദാടി വേണമെങ്കിൽ ദാടി വെക്കുക. ദാടി എടുക്കണം നെസസിറ്റി ഇല്ല. ദാടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ശരിയാ? റിജോടെ ചൊല്ലുങ്ക. കോസ്റ്റിംഗ് എല്ലാം ഒന്ന് ചോദിച്ചിട്ട് പിന്നെ വരാം.
ഞാൻ പോണ എന്താണ് പോവാ നിങ്ങൾ. അല്ല ഈ സ്കാൻ എടുക്കാനാണ്. അത് അവർ പറയും, പറഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് പറയും, എത്ര കോസ്റ്റ് ആവുകയും പറയും, എപ്പോ വേണോ അത് തന്നെ പറഞ്ഞാൽ മതി നിങ്ങൾ. ആയിക്കോട്ടെ. ഓക്കെ.